നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്ന് ചെടികൾ മോഷണം പോയി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്ന് ചെടികൾ മോഷണം പോയി. എടോടി ടാറ്റ ഷോറൂമിന് മുൻവശത്തെ നടപ്പാതയുടെ കൈവരിയിൽ സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് ചെടി മോഷ്ടിച്ചത്. ഒരു സ്ത്രീ ചെടി പറിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം CCTV പരിശോധനയിൽ ലഭിച്ചതോടെ നഗരസഭാ അധികൃതർ ഇത് പോലീസിന് കൈമാറി. നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിക്കപ്പെടുന്നതും ചെടികൾ പറിച്ചു കൊണ്ടുപോകുന്നതും നിലവിൽ പതിവായ അവസ്ഥയാണ്. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ചെടി നഷ്ടമായ ചെടിച്ചട്ടിയിൽ നഗരസഭ പുതിയ ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. 2035 ആകുമ്പോഴേക്കും വടകര നഗരസഭ നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ടേക്ക് വന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വടകര പട്ടണത്തിൽ നഗരസൗന്ദര്യവൽക്കരണം എന്നുള്ള രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചത്. പക്ഷെ നമ്മൾ സ്ഥാപിച്ച് മാസങ്ങളാവുന്നതിന് മുമ്പ് തന്നെ ചില ഭാഗങ്ങളിലുള്ള പൂച്ചട്ടികളും ചെടികളും വടകര പട്ടണത്തിൽ സാമൂഹ്യദ്രോഹികളാൽ നശിപ്പിക്കപ്പെട്ടതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഈയൊരു നഗരസൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാവുന്ന ആളുകൾ വേദനയോടുകൂടെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ തന്നെ യഥാസമയം മാറ്റിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് നഗരസഭ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ചെടികൾ നശിച്ചു പോയ മുഴുവൻ ചട്ടികളിലും പുതിയ തരം ചെടികൾ തന്നെ വെച്ച് പിടിപ്പിച്ച് രണ്ടാമത്തെ ദിവസം രാത്രിയോടുകൂടെ 2-3 ചട്ടികളിലുള്ള ചെടികൾ കാണാതായ അവസ്ഥ. ചട്ടിയല്ല, അതിലുള്ള ചെടികൾ പറിച്ചെടുത്ത് കൊണ്ടുപോയൊരവസ്ഥ. അപ്പം ആ ഭാഗങ്ങളിലുള്ള CCTV പരിശോധിച്ചപ്പോൾ അതിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഒരു രാത്രി 11:30 മണിക്ക് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ഇത് പൊരിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.